മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. എന്താ ചെയ്യാ, സുബ്രുവിന് ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത കഷ്ടായി. ഓരോ സ്കൂളിലെ നിയമങ്ങളെ. അതൊന്നും സാരില്ല സക്കീറെ, അവന്റെ ഭാവി നോക്കണ്ടേ. നീ പഠിക്കലെങ്കിൽ പഠിക്കാണ്ട് നീ ഒന്ന് മാറി, എനിക്ക് നാളെ ക്ലാസ്സസ് ഉള്ളതാ. നീയോ പഠിക്കില്ല, അവനെ പഠിക്കാൻ സമ്മതിക്കില്ലേ? വലിയൊരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു, എനിക്കുണ്ട് നാളെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ. അമ്മ, സ്കൂളിലുള്ള എല്ലാവരും ട്യൂഷനും കൊണ്ട് ഞാനും പൊക്കോട്ടെ. അവിടെ ഇരിക്കണം മുഴുവൻ മനസ്സിലാവണില്ല. അവരൊക്കെ വലിയ കാശിയാരാ സുബ്രു, നമ്മൾ അങ്ങനെയാണോ? ഇപ്പൊ തന്നെ നമുക്ക് ഫീസ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ, ബാക്കി ചെലവുകളെല്ലാം കൂടി വരിക. പോയേ അവളുടെ ഒരു കളി. പങ്കു, നീ എന്തായി കാട്ടണേ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഒരു നേരെ ചെക്കനെ പഠിക്കാൻ സമ്മതിക്കില്ല, അവളോ പഠിക്കയില്ല. നിർത്തടി, പുതിയ സ്കൂളിൽ പോക്കും പഠിത്തമൊക്കെ ഇവളൂടെ കഷ്ടപ്പെട്ടിട്ടാ, അത് മറക്കണ്ട. വനചേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. സ്കൂളിന്റെ പത്രാസിലൊക്കെ നീയും മയങ്ങിയല്ലേ? അവള് കാട്ടിയത് വനചേട്ടനും കണ്ടതല്ലേ? ചില്ലറ സൗഭാഗ്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ നമ്മളെ പോലുള്ള മനുഷ്യരെല്ലാം മറക്കും. അമ്പു വാ, നമുക്ക് പോയി കളിക്കാം. ശരി. കണ്ടോ ഇത്ര ഉള്ളവരുടെ വഴക്ക്, വെറുതെ കണക്കൂട്ടൽ തെറ്റിക്കാനായിട്ട്. ഞാനല്ലല്ലോ, വനചേട്ടനല്ലേ. നിങ്ങൾ എന്തൊട്ടും മണ്ടത്തറ കാണിക്കുന്നത്? ഇമാതിരി പൊട്ടക്കളി കാണുമ്പോൾ നമ്മുടെ സുബ്രുവിന്റെ വില നമുക്ക് മനസ്സിലാവും. എപ്പോ നോക്കിയാലും ഒരു സുബ്രു സുബ്രു സുബ്രു. എന്നാ പിന്നെ അവനെ വിളിച്ച് കളിക്ക്. ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ അവിടെ വരും. പിന്നെ പക്ഷെ ഞാൻ വിളിക്കില്ലേ. അതെന്താ വിളിക്കാതെ? അങ്ങനെ അവിടെ കളിക്കണ്ടാ. ഞാൻ വിളിച്ചാവും വരും ചെയ്യും, കളിക്കും ചെയ്യും. എന്നാലും ഞാൻ വിളിക്കും. ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. അവനിവിടെ ഇരുന്ന് കളിച്ചു തീരണ ചെക്കനല്ലോ, വേറെ ലെവലിലെത്തണ്ടോന്നല്ലേ, അതാ വിളിക്കാത്തത്. സുബ്രു, അച്ചാച്ചനൊന്ന് പിടിച്ചോടാ. എന്താ പറ്റിയേ? നമ്മുടെ വണ്ടിയോ? അച്ചാച്ചന് വയ്യാത്തോണ്ട് വണ്ടി റൗണ്ടിലിട്ടേക്കുക. അതും കൊടുത്തടാ, അങ്ങോട്ട് കൊടുത്തേ. സൂക്ഷിച്ച്. ഒരു തഞ്ചത്തിൽ അങ്ങനെ പോവുകയായിരുന്നു. ഇനിയിപ്പോ എന്നെ നിങ്ങൾ നോക്കേണ്ട ഗതികേടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന്. അച്ചാച്ചന് വീട്ടിലിരുന്നൂടെ? അച്ചാച്ചൻ ഇപ്പൊ പോയിട്ട് എന്താ വനചേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല, അച്ഛനൊരു ചെറിയ വയ്യാഴിക. നീ അങ്ങോട്ട് പതുക്കെ പതുക്കെ. എന്താ? ഏയ് ഒന്നുമില്ലെന്നേ. ആ വനജ, ഒരു കത്തുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ആ സക്കീറേ. ചേട്ടാ, ആർക്കാ? ഗണപതി ചേട്ടനാണോ? എവിടുന്നാ പറഞ്ഞ ചേട്ടാ? റെയിൽവേന്ന്. എന്നും ഉള്ളതാ. അയ്യോ സക്കീറേ, എന്തോ കുഴപ്പമുണ്ട്. എന്താ എവിടെ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ അച്ഛന് പറ്റിയേ? എന്താ പറ്റിയേ ചേട്ടാ? ചേട്ടാ
കടല 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 കടല. ആ വനചേട്ടാ. കണ്ണൻ എന്താ വണ്ടിയായിട്ട് ഇവിടെ? വനചേട്ടൻ ഇപ്പൊ വണ്ടിയിലല്ലല്ലോ കച്ചവടം നടത്തണേ, കുറച്ചങ്ങോട്ട് മാറിയിരുന്ന പോരെ? കണ്ണാ, കുറെ കാലമായിട്ട് ഞാനല്ലേ ഇവിടെ വണ്ടി ഇടാറ്. അതെ, ഇനി കുറച്ചു കാലം ഞാനൊന്ന് നടത്തി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എന്താ നീ എന്തായി കാണിക്കണേ? എന്തൊട്ട് ഈ പണി ഞാൻ ചെയ്ത കുഴപ്പമുള്ളേ? കണ്ണാ, എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്തു? ഇതിന്റെ പുറകിൽ ആരൊക്കെയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓ ആരടാ ആരാന്ന് പറഞ്ഞ? അതിപ്പോ ഇനി ഞാൻ പറയണോ? ഡാ ഇവനെ മാത്രല്ല നീ അടക്കം എല്ലാത്തിനും ഇവിടുന്ന് പറപ്പിക്കാനുള്ള പണി എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ? എന്താ വനചേട്ടാ, നിങ്ങളൊന്ന് മാറിക്കാൻ നോക്കിയേ. കണ്ണ, നീ കാണിക്കുന്ന തെമ്മാടിത്തരാട്ടാ. ഗിരി, നീ ഇതിലടോടാ നിൽക്കണ്ട, പോയിക്കോ അവിടുന്ന്. ഇടപെടൂടാ. ഇത്ര നാളിന് ഇവരുടെ കൂടെ നിന്നിട്ട് ഇപ്പൊ അവർ വീണടക്കുന്ന സമയത്ത് അത് കാണിക്കണം. അടുത്തവിടുന്ന്. എനിക്ക് സൗകര്യമെല്ലാം ചെയ്യൂടാ, നീ ആരാ ചോദിക്കാൻ? വനചേട്ടാ, കാണിച്ചിട്ട് പോടാ നീ. മതി നിർത്ത്. വനചേട്ടന് കച്ചവടം ചെയ്യാനുള്ള സ്ഥലം ഞാൻ തരാം. ഇവിടുത്തെ സ്ഥലമുള്ള അവർക്ക് അവിടെ വന്നിട്ട് ആരാ തടുക്കണമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. വാച്ചാ നമുക്ക് പോവാ. കടലേ, കടല 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 നല്ല മസാല കടല. കടല കടലേ, കടല 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 കടലേ.